നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. പുനലൂർ നഗരമധ്യത്തിൽ ബുധനാഴ്ച രാത്രി ജുവലറി തുരന്നുകയറി മോഷണം. 15 ലക്ഷത്തിന്റെ ആഭരണങ്ങൾ മോഷണം പോയി. അഴിമതി കുറയ്ക്കാൻ വിവിധ വകുപ്പുകളിലെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് DCC പ്രസിഡന്റ് പ്രതാപ് ഓർമ്മത്തമ്പാൻ. 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം ഒളിവിൽ പോയ 43കാരൻ പിടിയിൽ. തെന്മല ഡാമിലെ ജലനിരപ്പ് 115.27 മീറ്റർ. 3 ഷട്ടറുകളും 5 സെന്റിമീറ്റർ വീതം തുറന്നു. കല്ലടയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. പുനലൂർ നഗരമധ്യത്തിൽ ബുധനാഴ്ച രാത്രി ജുവലറി കൊള്ളയടിച്ച മോഷ്ടാക്കൾ സ്വർണവും വെള്ളിയും അടക്കം 15 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ അപഹരിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. 2 വർഷത്തിനിടെ നഗരത്തിൽ നടന്ന 5ാമത്തെ ജുവലറി മോഷണമാണിത്. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന ജയലക്ഷ്മി ജുവലറിയിൽ മോഷണം. ബുധനാഴ്ച രാത്രിയാണ് കടയുടെ പിൻവശത്തെ ഭിത്തി തുറന്ന് മോഷ്ടാക്കൾ അകത്തു കടന്നത്. ജുവലറിയിലുണ്ടായിരുന്ന 12 ലക്ഷം രൂപയുടെ വെള്ളി ആഭരണങ്ങളും 3 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും മറ്റുപകരണങ്ങളും അപഹരിക്കപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ കടയുടമ വിജയൻ കട തുറന്നപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. ഡിസ്പ്ലേയിൽ വെച്ചിരുന്ന വെള്ളികൾ 8 കണ്ടെയ്നറിനകത്തുണ്ട്. പ്ലാസ്റ്റിക് കണ്ടെയ്നർ വെച്ചിരുന്ന വെള്ളി, അതുപോലെ തന്നെ അലമാരകളിലിരുന്ന കണ്ടെയ്നറുകളിലിരുന്ന വെള്ളികൾ എല്ലാം എടുത്തുകൊണ്ടുപോയി കടയുടെ ബാക്ക് സൈഡ് തുറന്ന് കയറിയാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. സ്വർണവും ഡിസ്പ്ലേയിൽ വെച്ചിരുന്ന കുറച്ച് സ്വർണ്ണം, മേശയ്ക്കകത്ത് കിടന്ന പഴയ സ്വർണ്ണം, ഈ കുറികൾ വരുന്ന മെഴുവിനകത്തൊരു 19 ഗ്രാം വരുന്ന സ്വർണ്ണം അവരെടുത്തുകൊണ്ട് പോയി. ഇവിടെ നിന്നത്തെ ത്രാസ്, മിഷനറി, മൊബൈല്, എല്ലാ ടൂൾസും, ഇത് കല്ലൊറിച്ച് നോക്കുന്ന, സ്വർണ്ണം ഒറിച്ച് നോക്കുന്ന എല്ലാ ഉപാധികളും സർവ്വ ടൂൾസുകളും എടുത്തുകൊണ്ടുപോയി. വെള്ളി മാത്രം ഒരു 10-40 കിലോയുടെ വെള്ളി പോയിട്ടുണ്ട്. അതിന് ഇന്നത്തെ വില അനുസരിച്ച് വാങ്ങിക്കുന്ന വില ഒരു 12 ലക്ഷം രൂപ വരും. എല്ലാം ഞങ്ങൾ ഇനി നോക്കി തീർന്നില്ല, ഇനിയും പലർക്കും നോക്കാറുണ്ട്. എന്നാലും ഒരു സ്വർണ്ണം എല്ലാം കൂടെ 100 ഗ്രാമിൻ്റെ നഷ്ടം ഞങ്ങൾ കണക്കാക്കുന്നുണ്ട്. ആ 100 ഗ്രാം എന്ന് പറയുമ്പോൾ ഇന്നത്തെ വിലയ്ക്ക് 3 ലക്ഷം രൂപയുടെ സ്വർണ്ണം. റൂറൽ SP S സുരേന്ദ്രൻ, പുനലൂർ DYSP KL ജോൺകുട്ടി, CI R വിജയൻ, SI KS ഗോപകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. കൊല്ലത്തുനിന്നും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. കഴിഞ്ഞ 2 വർഷത്തിനിടെ സമാനമായ രീതിയിൽ ഇതിനടുത്തുള്ള 4 ജുവലറികളിൽ മോഷണം നടന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഴിമതി കുറയ്ക്കാൻ വിവിധ വകുപ്പുകളിൽ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് DCC പ്രസിഡന്റ് പ്രതാപ് ഓർമ്മത്തമ്പാൻ. പുനലൂരിൽ NGO അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വേതന വർധനവ് നടപ്പിലാക്കിയാൽ ഓരോ വകുപ്പിലെയും അഴിമതി കുറയ്ക്കാമെന്ന് DCC പ്രസിഡന്റ് ഡോക്ടർ പ്രതാപ് ഓർമ്മത്തമ്പാൻ. പുനലൂരിൽ NGO അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജോലിക്കനുസൃതമായി നല്ല ശമ്പളം ലഭിച്ചാൽ മറ്റ് സാമ്പത്തികം പ്രതീക്ഷിക്കാതെ ഓരോ ഡിപ്പാർട്ട്മെന്റും ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അടിയന്തരമായി കേരളത്തിൽ 10ാം ശമ്പള കമ്മീഷനെ നിയമിക്കണമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായത്തോടും കോൺഗ്രസ് പാർട്ടിക്ക് തീർച്ചയായിട്ടും അനുഭവം തന്നെയാണുള്ളത്. നിങ്ങൾ സംസ്ഥാനത്തിന്റെ ഖജനാവ് നിറയ്ക്കുന്ന ജോലി കൂടി ചെയ്യുന്നവരാണ്. ഖജനാവിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലും, സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിലും, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലും അടക്കം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലും വരുമാനം ഇങ്ങോട്ട് സമാഹരിക്കുന്ന എല്ലാ ജോലിയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. പക്ഷെ വർദ്ധിക്കുന്ന വരുമാനം, ഞാൻ MLA ആയിരിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 4 ഇരട്ടി ഇപ്പോൾ റവന്യൂ വരുമാനം കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ശമ്പളവും 4 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ടോ? ബുധൻ വ്യാഴം ദിവസങ്ങളിലായി രാജരോഹിണി ഹാളിലായിരുന്നു സമ്മേളനം. പ്രകടനത്തോടെയാണ് ഉദ്ഘാടന സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. ജില്ലാ പ്രസിഡന്റ് ചവറ ജയകുമാർ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് AC സഞ്ജയ് ഖാൻ സ്വാഗതം പറഞ്ഞു. KPCC വൈസ് പ്രസിഡന്റ് ഭാരതിപുരം ശശി, KPCC ജനറൽ സെക്രട്ടറി ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, മുൻ MLA പുനലൂർ മധു, UDF ചെയർമാൻ കരിക്കത്തിൽ പ്രസേനൻ, KPCC അംഗം S താജുദ്ദീൻ, NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി N രവികുമാർ, ട്രഷറർ ആനാട് ഷഹീദ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ B രഘു, പ്രദീപ് താമരക്കുടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരത്ത് തട്ടിപ്പ് നടത്തിയ ചിട്ടിക്കമ്പനിയിലെ ഇടപാടുകാർ പരാതിയും പ്രതിഷേധവുമായി വ്യാഴാഴ്ച പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടി. പ്രതിഷേധം രൂക്ഷമായതിനെ തുടർന്ന് CI R വിജയൻ നേരിട്ടെത്തി പരാതികൾ കേട്ടു. പത്തനാപുരത്ത് ചിട്ടി ഫണ്ടുകളുടെ മറവിലുള്ള തട്ടിപ്പ് തുടരുകയാണ്. 1.5 മാസത്തിനകം 4 ചിട്ടി ഫണ്ടുകളാണ് ഇവിടെ തകർന്നത്.
ചിട്ടി ഫണ്ടുകൾക്കുണ്ടാകുന്ന തകർച്ചയ്ക്കൊപ്പം നിരവധി കുടുംബങ്ങളും തകരുകയാണ്. ജില്ലയ്ക്കകത്തും പുറത്തും ബ്രാഞ്ചുകളുള്ള ഡി&ജെ ചിട്ടി ഫണ്ടിലെ ഇടപാടുകാരാണ് വ്യാഴാഴ്ച പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടി പ്രതിഷേധമുയർത്തിയത്. തട്ടിപ്പിനിരയായവരുടെ പ്രതിഷേധത്തെ തുടർന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ആർ വിജയൻ സ്ഥലത്തെത്തി പരാതികൾ നേരിട്ട് കേട്ടു. ചിട്ടി ഫണ്ടുകളും മണി ചെയിൻ സെന്ററുകളും കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പുകളുടെ കഥകൾ പത്രദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടും ജാഗ്രത പാലിക്കാത്ത ഒരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും ചില കപട സ്ഥാപനങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയാണ്. അതുവരെ ഇത് അടച്ചിട്ടേക്കുമായിരുന്നു. ഞങ്ങൾക്ക് എങ്ങനെയായാലും ഞങ്ങളുടെ പൈസ കിട്ടണം. 2 ദിവസങ്ങൾക്ക് മുമ്പും ഡി&ജെ ചിട്ടി ഫണ്ടിലെ ഇടപാടുകാർ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടിയിരുന്നു. ചെറുകിട സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരും പാവപ്പെട്ട തൊഴിലാളികളുമാണ് തട്ടിപ്പ് സംഘങ്ങളുടെ വലയിൽപ്പെടുന്നത്. വൻ പരസ്യങ്ങൾ നൽകി ജീവനക്കാരെ സൃഷ്ടിച്ച് അവരുടെ പരിചയവും ബന്ധവും മുതലെടുത്താണ് ചിട്ടിക്കമ്പനി മുതലാളിമാർ പാവപ്പെട്ട ഇടപാടുകാരെ കബളിപ്പിക്കുന്നത്. ഇത്തരം കേന്ദ്രങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്നവരിൽ 90% സ്ത്രീകളാണ്. ഇടപാടുകാർ തട്ടിപ്പിനിരയായി കഴിയുമ്പോൾ മാത്രമാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ടതായി ജീവനക്കാരും അറിയുന്നത്. 10,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ടവർ SI മുബാറക്കിന് മുന്നിൽ പരാതിയുമായി എത്തിച്ചേർന്നു. സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഏറെ മുന്നിലെത്തിയിട്ടും സാമ്പത്തിക തട്ടിപ്പിന് ഇരയാവുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ചൊവ്വാഴ്ച തെന്മലയിൽ സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്ന 4 മണ്ഡലം പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്തു. വൈസ് പ്രസിഡന്റുമാർക്കാണ് താൽക്കാലിക ചുമതല. 22-ന് തെന്മലയിൽ സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് പുനലൂർ നിയോജക മണ്ഡലം ഏകദിന ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്ന 4 മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ അച്ചടക്ക നടപടി. ആര്യങ്കാവ് മണ്ഡലം പ്രസിഡന്റ് ജീബാമോൻ, കുളത്തൂപ്പുഴ മണ്ഡലം പ്രസിഡന്റ് S അർഷാദ്, ആയിരനല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഷാബുദ്ദീൻ, അറക്കൽ മണ്ഡലം പ്രസിഡന്റ് ഹാഷിം യു എന്നിവരെ സസ്പെൻഡ് ചെയ്തതായി പുനലൂർ നിയോജക മണ്ഡലത്തിന്റെ ചുമതലയുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മണക്കാട് രാജേഷ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ളതായിരുന്നു ക്യാമ്പ്. ഇതിൽ പങ്കെടുക്കാത്ത മണ്ഡലം പ്രസിഡന്റുമാർ കടുത്ത അച്ചടക്ക ലംഘനം നടത്തിയതായി യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. അതാത് മണ്ഡലത്തിലെ വൈസ് പ്രസിഡന്റുമാർക്ക് മണ്ഡലം പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല നൽകിയിട്ടുണ്ട്. ആര്യങ്കാവിൽ രാംദാസും, കുളത്തൂപ്പുഴയിൽ P മാൻസിംഗ് രാജയും, ആയിരനല്ലൂരിൽ S സുഗവും, അറക്കലിൽ ഫാസിലുമാണ് താൽക്കാലിക ചുമതലക്കാർ. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. പുനലൂരിൽ ബുധനാഴ്ച രാത്രി കച്ചേരി റോഡിൽ നിരനിരയായി 10ഓളം വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. അടുത്തിടെ നടപ്പാക്കിയ വൺ വേ സംവിധാനത്തിന്റെ അശാസ്ത്രീയത മൂലം ഇവിടെ അപകടം പതിവാണ്. പുനലൂരിൽ നഗരസഭാ അധികൃതരും പോലീസും ഏറെ പഴികേട്ട കച്ചേരി റോഡിലെ അശാസ്ത്രീയമായ വൺ വേ സംവിധാനം പിന്നെയും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 10ഓളം വാഹനങ്ങളാണ് ഇവിടെ ഒന്നിച്ച് കൂട്ടിയിടിച്ചത്. മുന്നിലുണ്ടായിരുന്ന കാർ ഓട്ടോയിലിടിച്ചതോടെ പിന്നാലെ വന്ന മറ്റു വാഹനങ്ങളും കൂട്ടിയിടിക്കുകയായിരുന്നു. കാറുകളും ബൈക്കുകളും ഓട്ടോകളുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് അരമണിക്കൂറോളം ഈ ഭാഗത്ത് ഗതാഗത തടസ്സവുമുണ്ടായി. വഴിയാത്രക്കാരിയായ ഒരു സ്ത്രീക്ക് അപകടത്തിൽ പരിക്കേറ്റിരുന്നു. 2 മാസം മുമ്പാണ് കച്ചേരി റോഡിൽ വൺ വേ സംവിധാനം നടപ്പിലാക്കിയത്. ഈ റോഡിലൂടെ ചെറിയ വാഹനങ്ങളാണ് കടത്തിവിടുന്നത്. എന്നാൽ ഈ ഭാഗത്ത് റോഡിന് വീതി തീരെ കുറവാണ്. ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ദിവസേന 3-4 അപകടങ്ങൾ വരെ ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്നു. വൺ വേ സംവിധാനം നിലവിൽ വന്നതിന് ശേഷമാണ് കച്ചേരി റോഡിൽ അപകടങ്ങൾ വർദ്ധിച്ചത്. അമിത വേഗതയും റോഡിന് വീതിയില്ലാത്തതും അനാവശ്യമായ ഓവർടേക്കിംഗുമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പരീക്ഷണാർത്ഥം ആരംഭിച്ച വൺ വേ സമ്പ്രദായം പലപ്പോഴും ഫലപ്രദമാകുന്നില്ലെന്നാണ് ആക്ഷേപമുയരുന്നത്. കോടതികൾ, താലൂക്ക് ആശുപത്രി എന്നിവ സ്ഥിതി ചെയ്യുന്ന മേഖലയിലാണ് അപകടങ്ങൾ പെരുകുന്നത്. അമിത വേഗതയിൽ വാഹനങ്ങൾ റോഡിലൂടെ കടന്നുപോകുമ്പോൾ റോഡ് മുറിച്ചു കടക്കാൻ കഴിയാത്ത അവസ്ഥ യാത്രക്കാരെയും വെട്ടിലാക്കുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം ഒളിവിൽ പോയ 43-കാരനെ കുറ്റിപ്പുറത്തുനിന്ന് കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിയുടെ മാതാവിന്റെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു.
5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന 43-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആയൂർ ഇളമാട് ഗംഗാവിലാസത്തിൽ മനോജ് കുമാറിനെയാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് നിന്ന് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. അയൽവാസിയായ പെൺകുട്ടിയെ അവധി ദിവസം ഇയാൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കുട്ടിയെ ആശുപത്രിയിലെത്തിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. പെൺകുട്ടിയുടെ മാതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കുറ്റിപ്പുറത്തുള്ളതായി വിവരം ലഭിച്ചത്. റൂറൽ എസ് പി എസ് സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം പുനലൂർ ഡിവൈഎസ്പി കെ എൽ ജോൺകുട്ടിയുടെ നേതൃത്വത്തിൽ കടക്കൽ സിഐ വീരജികുമാർ, ചടയമംഗലം എസ്ഐ ആസാദ് അബ്ദുൽ കലാം, എഎസ്ഐ ഷാനവാസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഫിറോസ് അലക്സാണ്ടർ, സിവിൽ പോലീസ് ഓഫീസർ കിഷോർ, വനിതാ സിവിൽ പോലീസ് ഓഫീസർ ശ്രീലേഖ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കലഞ്ഞൂർ വയലിറക്കത്ത് ഗ്രൌണ്ടിൽ കലഞ്ഞൂർ ഫെസ്റ്റ് തുടങ്ങി. കലാ സാംസ്കാരിക വിപണനമേള പ്രദേശത്ത് ഉത്സവഛായ പകർന്ന് പുരോഗമിക്കുകയാണ്. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. കലഞ്ഞൂരിനെ ആവേശപൂരത്തിലാക്കി കലഞ്ഞൂർ ഫെസ്റ്റിന് തിരശ്ശീല ഉയർന്നു. നവംബർ 10 വരെയാണ് കലഞ്ഞൂർ ജംഗ്ഷനിലുള്ള വയലിറക്കത്ത് ഗ്രൌണ്ടിൽ ഫെസ്റ്റിവൽ നടക്കുക. വിനോദവും വിജ്ഞാനവും സാഹസിക പ്രകടനങ്ങളുമെല്ലാം ഇടകലർന്ന കാർണിവൽ കലഞ്ഞൂരിന് ഉത്സവഛായ പകർന്നിരിക്കുകയാണ്. വിപണന സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ് പാർക്ക്, ഐസ്ക്രീം പാർലറുകൾ, ഭക്ഷണശാലകൾ, അലങ്കാര മത്സ്യങ്ങൾ, പുഷ്പമേള എന്നിവയെല്ലാം വിസ്മയം പകരുന്നു. മെഡിക്കൽ ക്യാമ്പുകൾ, കലാകായിക പരിപാടികൾ, സാംസ്കാരിക സമ്മേളനം, മതസൗഹാർദ്ദ സമ്മേളനം എന്നിവ വിവിധ ദിവസങ്ങളിലായി നടക്കും. 30-ന് ഡയബറ്റിക് രോഗികൾക്കായുള്ള മെഡിക്കൽ ക്യാമ്പ്, കരാട്ടെ പ്രദർശനം, നൃത്തസന്ധ്യ, മാജിക് ഷോ എന്നിവ നടക്കും. 31-ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, അർച്ചന ദേവിയുടെ സംഗീത സദസ്സ് എന്നിവ അരങ്ങേറും. 1-ന് പ്രമുഖ പാമ്പ് പിടുത്ത വിദഗ്ധൻ വാവ സുരേഷ് അവതരിപ്പിക്കുന്ന പാമ്പ് പ്രദർശനം, പഠന ക്ലാസ്, അഖില കേരള വടംവലി മത്സരം എന്നിവ നടക്കും. 2-ന് നടക്കുന്ന മതസൗഹാർദ്ദ സമ്മേളനം ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. 3-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സിനിമാ താരം നെടുമുടി വേണു, ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടി, നടി കൽപ്പന, മാടമ്പ് കുഞ്ഞുകുട്ടൻ, ഡോക്ടർ കെ ഓമനക്കുട്ടി, മഞ്ജു വിനോദ് എന്നിവർ പങ്കെടുക്കും. രാത്രി 9 മണി മുതൽ കൽപ്പന നയിക്കുന്ന മെഗാ ഷോ അരങ്ങേറും. പി വിക്രമൻ, ബി സുധീർ കുമാർ, ടി ജയകുമാർ എന്നിവരാണ് കലഞ്ഞൂർ ഫെസ്റ്റിന്റെ സംഘാടകർ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ജനുവരിയിൽ ജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്ന ചടയമംഗലത്തെ വിവിധ വേദികൾ ഡിഡിഇയും ജനപ്രതിനിധികളും അധ്യാപക സംഘടനാ ഭാരവാഹികളും സന്ദർശിച്ച് വിലയിരുത്തി. ജില്ലാ സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്ന ചടയമംഗലത്തെ വിവിധ വേദികളിൽ ഡിഡിഇ സി വി ലിജി സന്ദർശനം നടത്തി. ജനുവരി 3 മുതൽ 7 വരെയാണ് ജില്ലാ കലോത്സവം. ചടയമംഗലം MGHSS, പൂങ്കോട് ജെംസ് HS, ഗവൺമെന്റ് UPS, ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം എന്നിവിടങ്ങളിലാണ് പ്രധാന വേദികൾ സജ്ജമാക്കുന്നത്. റവന്യൂ കലോത്സവം ചടയമംഗലം സബ് ജില്ലയിൽ വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് വിചാരിച്ചിരിക്കുന്നത്. അതായത് പുനലൂർ വിദ്യാഭ്യാസ ജില്ല. MG സ്കൂളാണ് അതിന്റെ മെയിൻ വെന്യൂ ആയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് 12 വെന്യൂകൾ ഇന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലേക്കും ഇന്ന് തന്നെ പോയിട്ട് വെന്യൂ ഒക്കെ പരിശോധിച്ചു. സംഘടനാ പ്രതിനിധികളും അതുപോലെ തന്നെ DD ജനപ്രതിനിധികൾ എല്ലാവരും കൂടി വെന്യൂ സന്ദർശിച്ചു. എല്ലാ വെന്യൂവും സൗകര്യപ്രദമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ജനപ്രതിനിധികളുടെ സഹകരണം ഉണ്ടാകുമെന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം കൂടി അവർ എന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 11-ന് ചടയമംഗലത്ത് സ്വാഗത സംഘ രൂപീകരണ യോഗം നടക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R ഗോപാലകൃഷ്ണപിള്ള, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MA സത്താർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലാലുകുമാർ, അധ്യാപക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. കൈരളി ഓഡിറ്റോറിയം, ശ്രീവത്മം പാലസ്, മഹാത്മാഗാന്ധി ഹൈസ്കൂൾ, ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം, പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാൾ, മേഡൽ UPS, ജെംസ് ഹൈസ്കൂൾ, ഇത്രയും വേദികളിലായി ജനുവരി മാസം 3 മുതൽ 7 വരെ ചടയമംഗലത്ത് വർണ്ണ മനോഹരമായ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് ഒരു കലോത്സവം അരങ്ങേറുക. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. ഭരണാനുമതി ലഭിക്കാത്തതിനാൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ തകർന്ന ചുറ്റുമതിലിന്റെ പുനർനിർമ്മാണം ഇഴയുന്നു. 110 മീറ്റർ ചുറ്റളവിൽ 1.25 കോടി രൂപയുടെ നിർമ്മാണത്തിന് രൂപരേഖ തയ്യാറായി കഴിഞ്ഞു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ തകർന്ന സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണത്തിന് ഭരണാനുമതി വൈകുന്നു. 3 മാസം മുമ്പ് തകർന്ന മതിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകിയെങ്കിലും ഭരണാനുമതി ലഭിക്കാത്തതിനാൽ നടപടികൾ വീണ്ടും വൈകുകയാണ്. 110 മീറ്റർ ചുറ്റളവിൽ മതിൽ നിർമ്മിക്കുന്നതിന് 1.25 കോടി രൂപ ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ച് അവയ്ക്കിടയിൽ സ്ലാബുകൾ സ്ഥാപിക്കുന്ന പ്രീ ക്ലാസ് കോളം രീതിയിലുള്ള മതിൽ നിർമ്മിക്കാനാണ് തീരുമാനം. മദ്രാസ് IITയിൽ നിന്നുള്ള വിദഗ്ധരാണ് രൂപരേഖ തയ്യാറാക്കിയത്.
ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ട്രോമാ കെയർ മന്ദിരത്തിന്റെ പിന്നിലുള്ള മതിലിന്റെ വലിയ ഭാഗങ്ങളാണ് മഴയത്ത് ഘട്ടം ഘട്ടമായി തകർന്നത്. സമീപത്തുള്ള വീട്ടുമുറ്റത്ത് പാറകളും മണ്ണും പതിക്കുകയും മതിലും ഗേറ്റും തകരുകയും ചെയ്തിരുന്നു. 20 അടിയോളം ഉയരത്തിലുള്ള മതിലിന്റെ ശേഷിച്ച ഭാഗങ്ങളും തകർച്ചാ ഭീഷണിയിലായതിനാൽ മണൽച്ചാക്കുകളടുക്കി താൽക്കാലിക സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അടിയന്തരമായി മതിൽ പുനർനിർമ്മിക്കാൻ കളക്ടറുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. വീടുകൾക്കും മതിലിനുമിടയിൽ 1 മീറ്റർ വീതി മാത്രമാണ് ഇപ്പോഴുള്ളത്. ഇതാണ് വീട്ടുകാർക്കുള്ള ഏക വഴിയും. മതിൽ പുനർനിർമ്മിക്കുന്നതിനൊപ്പം വീട്ടുകാരുടെ സഹായത്തോടെ കൂടുതൽ വീതിയിൽ വഴി ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. 2.5 കോടിയോളം രൂപ ചെലവിൽ നിർമ്മിച്ച ട്രോമാ കെയർ മന്ദിരത്തിന്റെ സുരക്ഷയ്ക്കും മതിൽ പുനർനിർമ്മിക്കേണ്ടത് ആവശ്യമാണ്. മതിൽ നിർമ്മാണത്തിനുള്ള ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചാൽ മാത്രമേ ടെൻഡർ ക്ഷണിച്ച് നിർമ്മാണം തുടങ്ങാൻ കഴിയൂ എന്ന് പൊതുമരാമത്ത് നിർമ്മാണ വിഭാഗം ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ജലനിരപ്പ് 115.27 മീറ്ററായി ഉയർന്ന സാഹചര്യത്തിൽ തെന്മല ഡാമിന്റെ 3 ഷട്ടറുകളും 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. കല്ലടയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം ജലനിരപ്പ് ഉയർന്നിട്ടും വൈദ്യുതോൽപാദനം പഴയപടി തന്നെ. കനത്ത മഴയെ തുടർന്ന് തെന്മല ഡാമിന്റെ 3 ഷട്ടറുകളും ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെ തുറന്നു. 5 സെന്റിമീറ്റർ വീതമാണ് ഷട്ടറുകൾ ഉയർത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കിഴക്കൻ മേഖലയിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് 115.27 മീറ്ററിലെത്തിയ സാഹചര്യത്തിലാണ് ഷട്ടറുകൾ തുറന്നതെന്ന് KIP വൃത്തങ്ങൾ അറിയിച്ചു. ഏകദേശം 5.6 സെന്റിമീറ്റർ മഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ലഭിച്ചെന്നും KIP അധികൃതർ വ്യക്തമാക്കി. ഷട്ടറുകൾ തുറന്നതോടെ കല്ലടയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടും വൈദ്യുതോത്പാദനം പൂർണ്ണതോതിൽ നടക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമായി. 2 ജനറേറ്ററുകളുള്ള തെന്മല ഡാമിന്റെ പവർ ഹൌസിൽ നിലവിൽ 1 ജനറേറ്റർ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. തകരാറിലായ ജനറേറ്റർ പ്രവർത്തനക്ഷമമാക്കാൻ നാളിതുവരെ ബോർഡിന് കഴിഞ്ഞിട്ടില്ല. ശരിയായ പ്രവർത്തനമാണെങ്കിൽ ദിനംപ്രതി 15 മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കേണ്ടിടത്ത് 7.5 മെഗാവാട്ട് വൈദ്യുതി മാത്രമാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് ബോർഡിന് ഭീമമായ നഷ്ടം വരുത്തിവെക്കുന്നുവെന്ന് ലൈവ് വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. വിശാലമായ കാർ പാർക്കിംഗ് സംവിധാനമടക്കം വിപുലീകരിച്ച സൌകര്യങ്ങളോടെ പുനലൂരിൽ പവിത്രം ജുവലേഴ്സിന്റെ പുതിയ ഷോറൂം തുറന്നു. ചലച്ചിത്ര താരങ്ങളായ പ്രിയാമണി, ശ്വേത മേനോൻ, ബാല തുടങ്ങിയവർ ചേർന്ന് പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ 3 നിലയിലാണ് പവിത്രം ജുവലേഴ്സിന്റെ പുതിയ ഷോറൂം. വ്യാഴാഴ്ച ചലച്ചിത്ര താരങ്ങളായ പ്രിയാമണി, ശ്വേത മേനോൻ, ബാല എന്നിവർ ചേർന്നാണ് ഷോറൂം ഉദ്ഘാടനം ചെയ്തത്. റിസപ്ഷൻ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇത്ര ഒരു സ്നേഹം നിങ്ങളുടെ വളരെ സന്തോഷമുണ്ട് ഇവിടെ എത്താൻ പറ്റിയതിന്. ഇതിനു മുമ്പേ പുനലൂരിൽ വന്നിട്ട് ഞാൻ ഒരു പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ നല്ലൊരു സ്നേഹം അപ്പോഴേ കിട്ടിയിട്ടുണ്ട്. സോ ഐ എം വെരി ഹാപ്പി ഇവിടെ വരാൻ പറ്റിയതിന്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പോരയിടത്ത് യുവാവിനെ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. പരിക്കേറ്റ യുവാവ് കടക്കൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. യുവാവിനെ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. പോരേടം പൊയ്കവിള വീട്ടിൽ അശോക് കുമാറാണ് പരാതിക്കാരൻ. പോരേടത്ത് സുഹൃത്തുക്കളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോരേടം സ്വദേശി റെസ്റ്റിൻ ലോറി പിന്നോട്ടെടുത്ത് ഇടിക്കാൻ ശ്രമിച്ചുവെന്നാണ് അശോക് കുമാർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. കാലിന് പരിക്കേറ്റ അശോക് കുമാർ കടക്കൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. റെസ്റ്റിൻ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ശ്രീ മൂകാംബിക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അതിരുങ്കൽ ആസ്ഥാനമാക്കി അഗതി മന്ദിരം നിർമ്മിക്കുന്നു. കാൽനാട്ടുകർമ്മം പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഭാഗവതാചാര്യൻ കലഞ്ഞൂർ ബാബുരാജ് നിർവഹിച്ചു. മുറിഞ്ഞകൽ അതിരുങ്കൽ ആസ്ഥാനമാക്കി ശ്രീ മൂകാംബിക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആലംബമില്ലാത്തവരെ പുനരധിവസിപ്പിക്കുന്നതിനായി അഗതി മന്ദിരം നിർമ്മിക്കുന്നു. അതിരുങ്കൽ പടപ്പാറയിൽ കുന്നിന് മുകളിൽ പ്രകൃതിരമണീയമായ സ്ഥലത്താണ് അഗതി മന്ദിരം നിർമ്മിക്കുന്നത്. അനാഥ മന്ദിരത്തിന്റെ കാൽനാട്ടുകർമ്മം ഭാഗവതാചാര്യൻ കലഞ്ഞൂർ ബാബുരാജ് നിർവഹിച്ചു. ഇവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന അമ്മ 20 സെന്റ് സ്ഥലം ട്രസ്റ്റിന് ദാനമായിട്ട് നൽകിയതാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ അഗതി മന്ദിരം, അതായത് പാവപ്പെട്ട നിർധനായ ആരും തിരിഞ്ഞു നോക്കാൻ നിവൃത്തിയില്ലാത്തവരെ പാർപ്പിക്കാൻ വേണ്ടി അഗതി മന്ദിരം നിർമ്മാണത്തിന്റെ കുറ്റിയേരി കർമ്മമാണ് നടത്തിയത്. എൻ്റെ കൂട്ടത്തിൽ ട്രസ്റ്റിൻ്റെ സെൻട്രൽ ഓഫീസും പ്രാർത്ഥനാലയവും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നിർമ്മിക്കുകയാണ്. അതിൻ്റെ ചടങ്ങാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് നീങ്ങും. കയ്യിൽ നിന്ന് ഓരോരുത്തരുടെയും പിന്നെ പലരിൽ നിന്നും സ്പോൺസറുകൾ ഉണ്ട്. കട്ടയും സിമെന്റും മണലൊക്കെ ഓരോരുത്തർ സ്പോൺസറുണ്ട്. അതിട്ടാണ് നമ്മളിത് കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. മൂകാംബിക ട്രസ്റ്റ് ചെയർമാൻ സജി പോറ്റി, തോന്നക്കൽ മേലേതിൽ ഭഗവതി ക്ഷേത്ര കാര്യദർശി സോമൻ സ്വാമി, കെ ഭരതൻ, ബിജു, പോത്തുപാറ മലനട ക്ഷേത്ര ഭാരവാഹികളായ കെ വിശ്വനാഥൻ, ഗോപിനാഥ് എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശൈശവ വിവാഹത്തിനെതിരെ സെമിനാർ സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശൈശവ വിവാഹം സാമൂഹിക വിപത്ത് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വെട്ടിപ്പുഴ NSS ഹാളിൽ വ്യാഴാഴ്ച നടന്ന സെമിനാർ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സവിത ബീഗം ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് ഏതെല്ലാം രാജ്യങ്ങളിൽ ശൈശവ വിവാഹം നിലനിൽക്കുന്നുണ്ടോ ആ ശൈശവ വിവാഹം പൂർണ്ണമായി നിരോധിക്കാൻ കഴിയണം എന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി മനുഷ്യാവകാശ സമിതി തീരുമാനിച്ചത്. അപ്പോഴെന്താണ് ഒരു രാജ്യം ആ രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് പോകണമെങ്കിൽ അവിടുത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം മുന്നിലായിരിക്കണം. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥ മെച്ചപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ മാത്രമേ ആ രാജ്യം പുരോഗതിയിലേക്ക് പോയി എന്ന് നമുക്ക് കണക്കാൻ കഴിയുള്ളൂ. അപ്പോഴാണ് അവർ പരിശോധിച്ചത് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന എന്താണ്? ശൈശവ വിവാഹമാണ്. ആ ശൈശവ വിവാഹം 2015 ആകുമ്പോഴേക്കും നിരോധിക്കാൻ കഴിയണം. പുനലൂർ ഏരിയ സെക്രട്ടറി ലൈലജ ഷാജി അധ്യക്ഷയായി. മനുഷ്യാവകാശ കമ്മീഷൻ മുൻ സെക്രട്ടറി ഷൈലാമണി ക്ലാസ് നയിച്ചു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രാജമ്മ ഭാസ്കർ മുഖ്യപ്രഭാഷണം നടത്തി. CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ, MK നിർമ്മല, ജമീല തൌഫീഖ്, പ്രഭാവതി സോമരാജൻ, രാധാമണി വിജയാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. കൃഷിവകുപ്പിന്റെ പദ്ധതിയുടെ ഭാഗമായി ചാലിയക്കര എസ്റ്റേറ്റ് LP സ്കൂളിൽ പ്രദർശന പച്ചക്കറിത്തോട്ടത്തിന്റെ നിർമ്മാണം തുടങ്ങി. ചാലിയക്കര എസ്റ്റേറ്റ് LP സ്കൂളിൽ പച്ചക്കറി പ്രദർശനത്തോട്ടത്തിന്റെ നിർമ്മാണം തുടങ്ങി. കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെയാണ് തോട്ടം നിർമ്മിക്കുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് മുന്തിയ വിലയ്ക്ക് കീടനാശിനികൾ തെളിച്ച ഗുണനിലവാരമില്ലാത്ത പച്ചക്കറികൾ വാങ്ങി ഭക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ ഭക്ഷണത്തോടൊപ്പം ഗുണനിലവാരമുള്ള പച്ചക്കറികൾ സ്വന്തമായി ഉത്പാദിപ്പിച്ച് കഴിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് V ശിവകുമാർ അധ്യക്ഷനായി. ചാലിയക്കര വാർഡ് മെമ്പർ K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാടിനെയും ആന്ധ്രയെയും മറ്റ് സംസ്ഥാനങ്ങളെയും ആശ്രയിച്ചുകൊണ്ട് പച്ചക്കറി ഇന്ന് തന്നെ 1 കിലോ ഉള്ളിക്ക് 110 രൂപയാണ് ഇന്നത്തെ വാർത്ത. രാവിലെ സവാള ഉള്ളിക്ക്, ചെറിയ ഉള്ളിക്ക് 80 രൂപയും. നമ്മുടെ നിത്യോപയോഗങ്ങൾക്ക് നമ്മൾ സ്വയമായി അത് നിയന്ത്രിച്ച് നമുക്കുള്ള അടുക്കളത്തോട്ടം ഇപ്പോൾ ഈ സ്കൂൾ കാമ്പൗണ്ടുകൾ ചെട്ടിവാരി കൃഷി നടത്തുമ്പോൾ അത് ഇതിന്റെ PTA കമ്മിറ്റിക്കാർ മുൻഗണനയായിരിക്കണം. ഹെഡ് മിസ്ട്രസ് G അംബിക സ്വാഗതം പറഞ്ഞു. തെന്മല കൃഷി ഓഫീസർ T ഷൈനി ക്ലാസ് നയിച്ചു. പുനലൂർ BRCയിലെ അധ്യാപകൻ P ശശിധരൻ, ലൈലജ ഷാജി, G ഗിരീഷ് കുമാർ, A റഷീദ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. പുനലൂർ നഗരസഭ 2013-14 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനലൂർ പേപ്പർ മിൽ ഗവൺമെന്റ് LPSൽ മൾട്ടിമീഡിയ ക്ലാസ് റൂം തുറന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭയുടെ 2013-2014 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി PMG UPSൽ സ്ഥാപിച്ച നോളജ് ബോർഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ നിർവഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ S ബിജു അധ്യക്ഷനായി. സംഘാടക സമിതി പ്രസിഡന്റ് ഡേവിഡ് സ്വാഗതം പറഞ്ഞു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മധുകുമാർ, കൌൺസിലർമാരായ അംജദ് ബിനു, വിമല ഗുരുദാസ്, SM ഖലീൽ, ബീന ശാമുവൽ, സബീന കബീർ, N നജിമ, ജിജി കെ ബാബു, രഞ്ജിത്ത്, ഹെഡ് മിസ്ട്രസ് പ്രസന്നകുമാരി, BPO അജിതകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ലാപ്ടോപ്പ്, LCD, മാഗ്നറ്റിക് ബോർഡ് എന്നിവയാണ് ക്ലാസ് റൂമിൽ ക്രമീകരിച്ചിട്ടുള്ളത്. 1,15,000 രൂപ ചെലവഴിച്ചാണ് മൾട്ടിമീഡിയ ക്ലാസ് റൂം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂർ നഗരമധ്യത്തിൽ ബുധനാഴ്ച രാത്രി ജുവലറി തുരന്നുകയറി മോഷണം. 15 ലക്ഷത്തിന്റെ ആഭരണങ്ങൾ മോഷണം പോയി. അഴിമതി കുറയ്ക്കാൻ വിവിധ വകുപ്പുകളിലെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് DCC പ്രസിഡന്റ് പ്രതാപ് വർമ്മ തമ്പാൻ. 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം ഒളിവിൽ പോയ 43-കാരൻ പിടിയിൽ. തെന്മല ഡാമിലെ ജലനിരപ്പ് 115.27 മീറ്റർ. 3 ഷട്ടറുകളും 5 സെന്റിമീറ്റർ വീതം തുറന്നു. കല്ലടയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.